പെരളം റെഡ് യങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, മഹിളാ അസോസിയേഷൻ ഫസ്റ്റ്, സെക്കൻഡ് യൂണിറ്റുകൾ, ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റികൾ എന്നിവ ചേർന്ന് സംഘടിപ്പിച്ച പെരളോണം കണ്ടോണം ഓണാഘോഷം ശ്രദ്ധേയമായി. കഴിഞ്ഞ SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK സബിത ഉദ്ഘാടനം ചെയ്തു. എല്ലാ ആളുകളെയും ഉള്ളവരും ഇല്ലാത്തവരും എന്ന വ്യത്യാസമില്ലാതെ, കള്ളവും ചതിയുമില്ലാതെ ഏറ്റവും മനോഹരമായ സമത്വ സുന്ദരമായ ഒരു നാടായിട്ടായിരുന്നു അദ്ദേഹം ഈ നാട് ഭരിച്ചിരുന്നത്. അങ്ങനെ സമത്വ സുന്ദരമായ ഒരു നാട് സ്വപ്നം കാണുന്ന, സോഷ്യലിസം പുലരണമെന്ന് ആഗ്രഹം ഉള്ള, അതിനുവേണ്ടി വിപ്ലവം നടത്താൻ തയ്യാറായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ക്ലബ്ബുകൾ തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ആ ഒരു കാലത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ഓണാഘോഷം വളരെ പ്രാധാന്യം അർഹിക്കുകയാണ്. ഓണാഘോഷം എന്ന് പറയുന്നത് മഹാബലി ചക്രവർത്തിയെ കാത്ത് വീടുതോറും പൂക്കളം ഒരുക്കി, ആ പൂക്കളം എന്ന് പറയുന്നത് പല വർണ്ണങ്ങളിലുള്ള, പല രൂപത്തിലും ഭാവത്തിലുമൊക്കെയുള്ള പൂക്കളെ നമ്മൾ ആ വീടിന്റെ മുറ്റത്ത് അലങ്കരിച്ച് മഹാബലിയെ കാത്തിരിക്കുകയാണ്. അതിൽ തന്നെയുണ്ട് ഒരു വിശേഷം എന്ന് പറയുന്നത്. ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. റെഡ് യങ്സ് ക്ലബ്ബ് പ്രസിഡന്റ് A. ബിനു അധ്യക്ഷത വഹിച്ചു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് മെമ്പർ K. ബിന്ദു, CPIM പുല്ലൂർ ലോക്കൽ സെക്രട്ടറി T. ബിന്ദു, ലോക്കൽ കമ്മിറ്റി അംഗം P. കുഞ്ഞിക്കേളു, പെരളം സെക്കൻഡ് ബ്രാഞ്ച് സെക്രട്ടറി T. ഹരീഷ്, മഹിളാ അസോസിയേഷൻ സെക്കൻഡ് യൂണിറ്റ് സെക്രട്ടറി ശ്യാമള, ഫസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി ഷീബ, ഡിവൈഎഫ്ഐ പുല്ലൂർ മേഖലാ പ്രസിഡന്റ് സുധി ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. റെഡ് യങ്സ് ക്ലബ്ബ് സെക്രട്ടറി T. മനോജ് സ്വാഗതവും ഡിവൈഎഫ്ഐ പെരളം യൂണിറ്റ് സെക്രട്ടറി പ്രണവ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ മത്സരങ്ങളും അരങ്ങേറി. മത്സര വിജയികൾക്ക് P. നാരായണൻ സമ്മാനദാനം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.